അവധി ദിവസങ്ങളിലൊക്കെ അയ്യോ രാവിലെ തന്നെ നേരം വെളുത്തല്ലോ എന്നും പറഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞാൻ ആ ബെഡിൽ നിന്ന് തന്നെ എണീക്കാറ്. പക്ഷേ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആവാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം ഒരു 8 മണിക്ക് എണീറ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് പ്രോഗ്രസീവ് ഡേ ആണെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാനങ്ങ് എണീറ്റു. രാവിലെ തന്നെ നമുക്ക് നമ്മുടെ ദിനചര്യത്തിലോട്ട് കിടക്കാം. അപ്പം നിങ്ങൾ ഇവിടത്തേക്ക് ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ബൈ. എൻ്റെ റൂമിൻ്റെ ഡസ്റ്റ്ബിന്നും ബാത്റൂമിൻ്റെ ഡസ്റ്റ്ബിന്നും ഞാൻ 2 ആഴ്ച കൂടുമ്പോഴാണ് ചേഞ്ച് ചെയ്യാറ്. അപ്പം ഇന്നാണ് സുലഭ നിമിഷം. അപ്പോൾ അതും ചേഞ്ച് ചെയ്ത് അതിൻ്റെ കവർ റീപ്ലേസ് ചെയ്ത് ചെടിക്കും വെള്ളമൊഴിച്ച് നമ്മൾക്ക് താഴോട്ട് ഈ 2 കവറുമായിട്ട് യാത്രയാകാം. ഇതൊരു കോമൺ ഹൗസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് ആണോ റീസൈക്കിൾ ആണോ അതോ ഗ്ലാസ് ബോട്ടിൽസ് ആണോ അത് തനി അതിൻ്റെ ബോക്സിൽ കൊണ്ടിടും. പിന്നെ ഹൗസ് ഓണർ തന്നെ അത് എംപ്റ്റി ചെയ്യും. ഇന്ന് നമുക്ക് ഡിഷ് വാഷറും ഒന്ന് ഓൺ ചെയ്ത് വിട്ടേക്കാം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇവിടെ വെയിൽ അങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടില്ല. നാട്ടിൽ കിട്ടുന്നതിലോട്ട് വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ നല്ല ബ്രൈറ്റ് സണ്ണി ഡേ കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ചായക്കപ്പും ബുക്കൊക്കെ വെച്ച് നല്ല എസ്തെറ്റിക് ആയിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. നല്ല വെയിലൊക്കെയുള്ള ദിവസമല്ലേ. പക്ഷേ ഇതാ എന്നെ നോക്കി വേറൊരാൾ അവിടെ ഇരിക്കുന്നു ഗൈസ്. ഞാൻ പെട്ടു. ചാടരുത് ചാടരുത് ചാടരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ചാടി. No, no, Tommy, stay. Stay. ഞാൻ പൂച്ചടാ മോനെ. എടാ ഒന്ന് പോടാ, ഞാൻ പെട്ടെന്ന് ചായക്കപ്പെങ്കിലും എടുക്കട്ടെ, എനിക്ക് പണി കിട്ടണം. നോ എടാ, അങ്ങനല്ലടാ. എടാ നിനക്കും പേടിയാണ്, എനിക്കും പേടിയാണ്. എങ്ങനെയൊക്കെയോ ഇല്ലാത്ത ധൈര്യമൊക്കെ ഞാൻ സംഭരിച്ച് പുറത്ത് വന്നിരുന്നു. അവൻ്റെ കൂടെ കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. അവനാണോ അവളാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും എവിടെയോ എൻ്റെ പട്ടിക്കുട്ടീനെയും എൻ്റെ നാട്ടിലുള്ള പെറ്റിനെയൊക്കെ ഞാൻ മിസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പുറത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരു മാന്ത് കിട്ടി ഏത് ആശുപത്രി പോകണമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ പൂച്ചയായത് മറ്റേ പൂച്ചയ്ക്ക് പട്ടീൻ്റെ പോലുള്ള സ്നേഹമൊന്നുമില്ലല്ലോ, വാലാട്ടിക്കൊണ്ടൊന്നും വരില്ല. എന്നാലും ഞാൻ തിരിച്ച് സ്നേഹിക്കാമെന്ന് വിചാരിച്ചു. ഇവൻ്റെ കൂടെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ള പരിപാടിയൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അടുത്ത കലാപരിപാടിയിലോട്ട് ഞാൻ കാലെടുത്ത് വെക്കുകയാണ് ഗൈസ്. അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ വല്ലപ്പോഴും എന്നല്ല, വൺസ് ഇൻ എ മന്ത് ഞാൻ കാർ വാഷ് ചെയ്യും, അകവും ക്ലീൻ ചെയ്യും. അപ്പം വാഷിംഗ് കുറച്ച് ദിവസം മുന്നേ ആണ് ചെയ്തതുകൊണ്ട് തന്നെ അകം നമുക്ക് വാക്യൂം ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സ് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ കാർ ഫുൾ അകം തുടയ്ക്കാറുമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അത് ചെയ്തില്ല. ഇന്ന് ജസ്റ്റ് വാക്യൂം ക്ലീൻ ചെയ്തിട്ട് വിട്ടു. കാരണം ഇന്ന് ഒരു അവധി ദിവസമാണെങ്കിലും എനിക്ക് പ്രൊജക്റ്റ് വർക്കും ബാക്കി കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ഞാൻ ലീഷർ ടൈം എടുക്കുന്നില്ല. ആൻഡ് അടുത്ത കലാപരിപാടിയിലോട്ട് നമ്മൾക്ക് കാലെടുത്ത് വെക്കാം. ഇന്നലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് പോകാമെന്ന് വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ശനിയാഴ്ച ജിമ്മിലോട്ട് പോകുന്നത്. കാരണം ജിമ്മ് ശനിയാഴ്ചകളിൽ 1 മണി വരെയൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ വർക്കും കാര്യങ്ങളും കാരണം പോകാൻ പറ്റാറില്ല. വീടിൻ്റെ തൊട്ടടുത്തുള്ള ജിമ്മിൽ പോകാൻ എന്തിനാണ് കാറിൽ വന്നതെന്ന് ചോദിച്ചാൽ ഈ മേഘങ്ങളാണ് കാരണം. പറയാൻ പറ്റില്ല, എത്രയൊക്കെ സണ്ണി ഡേ ആണെങ്കിലും എപ്പം മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വലതുകാല് വെച്ച് ജിമ്മിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഇത് നമ്മുടെ ഈ ഓഫീസിൽ കിട്ടുന്ന ID കാർഡില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവമാണിത്. ഇങ്ങനെ ടാഗ് ഈശ്വര പണിവാളി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇൻസ്ട്രക്ടർ ക്ലാസ്സിലുണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ജിമ്മിൽ പോയി നോക്കാം. ടിങ് അടിച്ചു, വാ ഇനി ജിമ്മിൽ കയറാം. ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ ജിമ്മ് മാത്രമല്ല വേറെ കലാപരിപാടികളും ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ചെറിയ കുട്ടികൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ വലിയ കുട്ടികളുടെ ജിമ്മിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വീഡിയോ എടുക്കാൻ എനിക്കൊരു മടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാക്കി കലാപരിപാടികളുടെ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് നേരെ ടെസ്കോയിൽ കയറി ഏറ്റവും വില കുറഞ്ഞ കുറച്ച് ഫുഡും മേടിച്ചു. കാരണം അവൻ കഴിക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. ആ ഫുഡ് തുറന്നു നോക്കി എനിക്ക് ഛർദ്ദിക്കാൻ വന്നു ഗൈസ്. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട സ്മെല്ലാണെന്ന് ഞാൻ ഓർത്തില്ല. ബട്ട് ഓക്കെ, കൊടുത്തു നോക്കാം. ആളിവിടെ തന്നെ കട്ട വെയിറ്റിംഗ് ആണ്. ഒരു വേഴാമ്പലിനെ പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് അവനവിടെ ഇരിപ്പുണ്ട്. നമുക്ക് പോയി കൊടുത്തു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് ഇനിയും മേടിച്ച് വെച്ചേക്കാം. ഇവന് വേണ്ടി 39 സെൻറ്റേ ഉള്ളൂ. സോ നോക്കാം ഇത് കഴിക്കുമെന്ന്. ഓക്കെ, കഴിക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ടു. അപ്പം അവനത് കഴിച്ചുകൊണ്ട് നമ്മൾക്ക് മനസ്സിന് ഒരു തൃപ്തിയും ആയി അല്ലേ. എനിക്കൊരു സംശയമുണ്ട്, ഇതിവൻ്റെ കൊടവേറാണോ അതോ ഇവൻ പ്രഗ്നൻ്റ് ആണോ എന്ന്. അവൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ വാങ്ങി നോക്കിയിരുന്നാൽ ഞാൻ ലേറ്റായി പോകും. ഇന്നൊരു പ്രൊഡക്റ്റീവ് ആൻഡ് പ്രോഗ്രസീവ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊജക്റ്റ് വർക്കും പിന്നെ വർക്ക് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാം. എല്ലാം കൂടെ ഒറ്റ ദിവസത്തിൽ ചെയ്തു തീർക്കണം എന്നല്ല, കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. കാരണം യൂഷ്വലി ഞാൻ ഒരു അവധി ദിവസം എണീക്കുന്നത് 12 മണിക്കായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രാത്രിയിലത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്യും.
ഇന്ന് നല്ലൊരു ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്തതിന് ശേഷം നല്ലൊരു വാക്കിന് വേണ്ടി ഇറങ്ങി. എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ലേസിനെസ് ആണെങ്കിൽ പോലും എനിക്ക് എപ്പോഴും വന്നിരിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഫെർമോയ് ലേക്ക്. സമയം 7:30 ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൺസെറ്റും വ്യൂ ഒക്കെ ആയി അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഓർത്തത് ഇവിടെ അടുത്തൊരു ക്യാഫെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോകാം. എന്നൊന്നും പുറത്തുനിന്ന് കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ലെങ്കിലും ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏകദേശം നല്ല സൂപ്പർ ഫുഡൊക്കെയാണ് കിട്ടുന്നത്. ഇതാണ് അന്തർ, ഫെർമോയ് റെസ്റ്റോറൻറ്റിൽ എനിക്ക് കിട്ടിയൊരു ബാംഗ്ലാദേശി ഫ്രണ്ട്. പുള്ളി അവിടെ ബാംഗ്ലാദേശിലെ കാര്യങ്ങളും പ്രൊട്ടസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അവിടെ പോയിരുന്ന് നല്ലൊരു വ്യൂവും കണ്ടുകൊണ്ട് ഫുഡും കഴിച്ച് ഞാൻ പിന്നെ യാത്രയായി തിരിച്ച് വീട്ടിലേക്ക്. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴാണ് അതിനേക്കാളും സൂപ്പറായിട്ടൊരു വ്യൂ പിന്നെ ഞാൻ കണ്ടത്. നല്ല സൺസെറ്റും പിന്നെ നല്ല ബ്ലൂ പെയിൻറ്റഡ് സ്കൈ. ചില വ്യൂ സീനറിയൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ എത്രയൊക്കെ ക്യാമറയിൽ എടുക്കാൻ നോക്കിയാലും കിട്ടില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി ശരിക്കും എൻജോയ് ചെയ്യാൻ. അങ്ങനൊരു വ്യൂ ആയിരുന്നു ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. വയറ് നിറച്ച് ഫുഡും കഴിച്ച് നല്ലൊരു ഡ്രൈവും നല്ലൊരു വ്യൂവും കണ്ട് തിരിച്ച് വീട്ടിലെത്തിയതല്ലേ. അപ്പം നമുക്ക് ആ ഡിഷ് വാഷറിലെ പാത്രമൊക്കെ ഇനി ഉണക്കാൻ വെക്കാം. ഇന്നിനി ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇല്ല, ഇന്ന് കിച്ചണിനും എനിക്കും റെസ്റ്റാണ്. ഇന്ന് എൻ്റെ ഒരു മീ ടൈം ഡേ ആയിരുന്നു. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് എങ്കിലും ആ ഒരു മീ ടൈം എടുക്കണം. അതായത് എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, കറങ്ങി നടക്കുന്നു, ഫുഡ് കഴിക്കുന്നു, എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ നല്ലൊരു മീ ടൈം ഡേ കഴിഞ്ഞ് വന്നതിൻ്റെ സന്തോഷത്തിൽ തിരിച്ച് എൻ്റെ റൂമിലോട്ട് ഞാൻ യാത്രയായി. മീ ടൈം ഇവിടെ കഴിയുന്നില്ല കേട്ടോ. ഇനി എൻ്റെ റൂമിൽ വന്ന് സ്കിൻ കെയറും ചെയ്ത് ഒരു ചെറിയ സിനിമയും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റും ചെയ്തുകൊണ്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയും പേഷ്യൻസോടെ എൻ്റെ കൂടെ നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.